കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഇന്നൊരൊറ്റ ക്ലാസ് കൊണ്ട് ഫുള്ള് റിവൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടോ അല്ലെ പ്രത്യേക സ്ലൈഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്തിനാണല്ലേ, നമുക്ക് നമ്മുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഒന്ന് ഓടിച്ച് പഠിക്കാം. അപ്പോൾ ചാപ്റ്റർ തുറന്നു, ആദ്യത്തെ പേജ് എടുത്തു. ഇവിടെ നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് ഒന്ന് നോക്കി വയ്ക്കുക, FW വെൻ്റാണ് എന്ത് ചെയ്യുന്നത്, ഓട്സ് ചെടിയുടെ കോളിയോപ്റ്റൈലിൽ എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടെത്തുകയും ചെയ്തത്. പിൽക്കാലത്ത് ഇത്തരത്തിൽ പലതരം കെമിക്കൽസിനെ നമ്മൾ കണ്ടെത്തി. അവ എന്ത് വിളിച്ചു, പ്ലാന്റ് ഹോർമോണുകൾ എന്ന് വിളിച്ചു. ഫസ്റ്റ് പോയിന്റ്, എന്താണ് ഹോർമോൺ? ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ഓർത്തു വെച്ചോ, ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അറിയിക്കണമെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞു വിടുന്ന ഈ പറയുന്ന കത്ത് കൊണ്ടുപോകുന്ന പോസ്റ്റ്മാൻ ആണ് ആരെന്ന് പറയുന്നത്, ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോണുകൾ മൃഗങ്ങൾ അഥവാ അനിമൽസിലും ഉണ്ട്, അതുപോലെ ചെടികളിലും ഉണ്ട്. അപ്പോൾ ഹോർമോൺ എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ രക്തത്തിലൂടെയാണ് പോകുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അപ്പോൾ പോയിന്റ് പഠിക്കുക, മനുഷ്യന്മാരിലെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇവരെന്തെന്നാണ് വിളിക്കുന്നത്, ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേക ധമനികൾ അല്ലെങ്കിൽ പ്രത്യേക ഡക്റ്റുകളൊന്നുമില്ല, രക്തത്തിൽ തന്നെയാണ് ഹോർമോണുകൾ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വിടുന്ന ഹോർമോണുകൾ എങ്ങനെയാണ് കൃത്യം ലൊക്കേഷനിൽ എത്തുന്നത്? അപ്പോൾ ഒരു ഹോർമോണിന് നമ്മളൊരു കത്തിനൊരു അഡ്രസ്സ് എഴുതുന്ന പോലെ ഒരു ഹോർമോണിന് എന്തുണ്ട്, ഒരു ടാർഗറ്റ് സെല്ലുണ്ട്. അപ്പോൾ ഒരു കത്ത് ഏത് സ്ഥലത്താണോ എത്തേണ്ടത്, നമ്മളതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്ന പോലെ ഒരു ഹോർമോൺ എവിടെയാണ് എത്തേണ്ടത് എന്നതിനെ അതിൻ്റെ ടാർഗറ്റ് സെൽ എന്നാണ് നമ്മൾ പറയുന്നത്. ദ സെൽ ഇൻ വിച്ച് ദ ഹോർമോൺ ആക്ട് ഈസ് കോൾഡ് ടാർഗറ്റ് സെൽ. അപ്പോൾ ഈ ടാർഗറ്റ് സെല്ല് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നെയിം ബോർഡ് എഴുതി വെച്ചേക്കുന്ന പോലെ ഈ പറയുന്ന ഓരോ സെല്ലുകൾക്ക് മുന്നിലും റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഇതുണ്ടായിരിക്കും, റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. റിസപ്റ്റേഴ്സ് ആർ സീൻ ഇൻ ദ മെംബ്രെയിൻ ആൻഡ് വിത്ത് ഇൻ ദ സെൽ. സോ ഹോർമോൺ കറക്റ്റായിട്ട് പോയിട്ട് ഈ പറയുന്ന റിസപ്റ്ററുമായിട്ട് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൈമാറുന്നത്. അങ്ങനെ ഹോർമോൺ പോയി റിസപ്റ്ററുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. എന്തുവാണ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അങ്ങനെ ആവുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ഈ പറയുന്ന ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഹോർമോണുകൾ ആക്ട് ചെയ്യേണ്ട ആ പറയുന്ന സ്പെസിഫിക് സ്ഥലത്തിൻ്റെ പേരാണ് ടാർഗറ്റ്. ടാർഗറ്റിൽ ഹോർമോൺ തിരിച്ചറിയാൻ വേണ്ടി റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററിൽ ഹോർമോൺ വന്ന് ചേരുമ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതുവഴി മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും. മനുഷ്യരിൽ, ചെടികളിലാണെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒന്നുമില്ല. പിന്നെ ആരാ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ചെടിയുടെ ടിപ്പ് അല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ സീഡ് അല്ലെങ്കിൽ പുതിയ ലീവ്സ്, ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോണുകൾ ആരാ കൊണ്ടുപോകുന്നത്, ചെടികൾക്കൊന്നും രക്തമില്ലല്ലോ, പിന്നെ ആരാ കൊണ്ടുപോകുന്നത്, ഒന്നുകിൽ സൈലം അല്ലെങ്കിൽ ഫ്ലോയം അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് സെല്ലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഹോർമോണുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കിട്ടിയല്ലോ, ഇവിടെ പറഞ്ഞ ഫുൾ പോയിന്റുകളും ഇനി കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഹോർമോൺ ടാർഗറ്റ് സെൽ എന്താ നിങ്ങൾക്കറിയാം, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താണെന്നറിയാം, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഗ്ലാൻഡുകൾ എന്ത് വിളിക്കും, എൻഡോക്രൈൻ എന്ന് വിളിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, രക്തം വഴി. സെറ്റ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റുകളിലോട്ട് പോവാം. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നതാണ് പ്ലാന്റ് ഹോർമോൺ. ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞ ഓക്സിൻ. അപ്പോൾ ഓക്സിൻ പഠിക്കാൻ ഒരു സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. ഓക്സിൻ എവിടെ നിൽക്കുമോ അവിടെ ഗ്രോത്തിന് അത് എന്ത് ചെയ്യും, തടയും. അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തായിരിക്കും ഗ്രോത്ത് നടക്കുന്നത്. അതായത് ഈ പറയുന്ന ഓക്സിജൻ മോളിക്യൂൾ ഇവിടെ ഇങ്ങനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, എല്ലായിടത്തും ഒരേ ആയിട്ടുള്ള വളർച്ചയായിരിക്കും. എന്നാൽ ഓക്സിജൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൻ്റെ എതിർവശമായിരിക്കും വളരുന്നത്. അതുകൊണ്ടാണ് ഇത് വലത്തുവശത്തോട്ട് വളർന്നത്. കാരണം ഓക്സിജൻ ഇഷ്ടമല്ല, പ്രകാശം ഇഷ്ടമല്ല. ഓക്സിജൻ എവിടെ എത്തുമോ അവിടെ അവൻ എന്ത് ചെയ്യും, ആൾക്കാരെയൊക്കെ പറഞ്ഞ് വെറുപ്പിച്ച് അവിടെ നിർത്തും. അവിടെ വളരാൻ സമ്മതിക്കത്തില്ല. അപ്പം എതിർവശത്തുള്ളവർ എന്ത് ചെയ്യും, വളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓക്സിജൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ഇരിക്കുന്ന സ്ഥലം ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും വളരുന്നത്. സോ ഓക്സിജൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വശത്തോട്ട് എന്ത് ചെയ്യും, ചെടി വളയും. ഇതാണ് സംഭവം. അപ്പോൾ ഓക്സിജൻ മാത്രമാണോ ഹോർമോണായിട്ടുള്ളത്? അല്ല, ഓക്സിജൻ അല്ലാതെ വേറെയും ഹോർമോണുകളുണ്ട്. ആരൊക്കെയുണ്ട്? ഓക്സിജൻ അല്ലാതെ വരുന്നതാണ് അബ്സിസിക് ആസിഡ് ഉണ്ട്, ഗിബ്ബർലിനുണ്ട്, സൈറ്റോകൈനുണ്ട്, എത്തിലീനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഏറ്റവും ആദ്യം പറയുന്ന അബ്സിസിക് ആസിഡും ഏറ്റവും അവസാനം പറയുന്ന എത്തിലീൻ, ഇവർ രണ്ടുപേരും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ്. ഇവർ വളർച്ചയെ സപ്പോർട്ടല്ല ചെയ്യുന്നത്, വളർച്ചയെ മുരടിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവിനെ കുറയ്ക്കുന്ന ആൾക്കാരാണ്. ബാക്കി പറയുന്ന ഓക്സിൻ, ഗിബ്ബർലിൻ, സൈറ്റോകൈനാണ് എന്ത് ചെയ്യുന്നത്, വളർച്ചയെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ്. അത് ആദ്യമേ പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് 2 സെക്ഷനായിട്ട് ഇവരെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം അബ്സിസിക് ആസിഡ്, ഞാൻ പറഞ്ഞല്ലോ എന്താണ്, വളർത്തുകയല്ല തളർത്തുകയാണ് അല്ലേ. ഇവനാണ് എന്ത് ചെയ്യുന്നത്, സീഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും പുറത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഡോർമെൻസി ബ്രേക്ക് ചെയ്യുന്ന ആളാണ് ആര്, ഗിബ്ബർലിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യും.
സൈറ്റോകൈനിൻ്റെ സിയിൽ നിന്ന് ഓർത്ത് വയ്ക്കുക സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. സെൽ ഡിവിഷൻ അതുപോലെ സെൽ ഡിഫറൻസിയേഷൻ ജെർമിനേഷൻ ഒക്കെ ചെയ്യുന്നതാണ് ആര്? സൈറ്റോകൈൻ. ഓക്സിൻ്റെ ജോലി നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്റ്റെമ്മിൻ്റെ വളർച്ച അല്ലേ, സ്റ്റെമ്മിൻ്റെ വളർച്ച. അതുപോലെ സൈഡിലോട്ടുള്ള ലാറ്ററൽ ബഡുകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് നേരെ ഉയരത്തിലോട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന ഓക്സിനാണ്. പ്രകാശത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതും ഓക്സിനാണ്. അപ്പോൾ ഓക്സിൻ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരുത്തനാണ്. സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂട്ടാൻ പറഞ്ഞാൽ അവൻ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂട്ടി പോകും, അവൻ ലാറ്ററൽ ബഡുകൾ വളരാൻ സമ്മതിക്കത്തില്ല. അവൻ എവിടെയാണോ പ്രകാശം അത് നോക്കി എന്ത് ചെയ്യും? പോവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കരുത് ഓക്സിൻ ലൈറ്റിന് നേരെ പോകുന്നു, അങ്ങനെയല്ല. ഓക്സിജൻ എപ്പോഴും ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, എന്നിട്ട് മറ്റുള്ളവനെ തള്ളിവിടും ലൈറ്റിൻ്റെ നേരെ. കാരണം ആലോചിച്ച് നോക്കി, വെയിലൊക്കെ കൊണ്ട് കറുത്തിരിക്കുന്നത് ആരായിരിക്കും? ഈ ലൈറ്റ് ഫേസ് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഓക്സിജൻ ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യും? ആ മറ്റുള്ളവരെ അങ്ങോട്ട് പറഞ്ഞു വിടും. അങ്ങനെ ഓർത്താൽ മതി. പിന്നെ വരുന്നു ഗിബ്ബർലിനും സൈറ്റോകൈനും. ഇവരുടെ ജോലി ഇത്രയേ ഉള്ളൂ. എന്തായിരിക്കും? സെൽ ഡിവിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റോകൈൻ നന്മമരമാണ്. എന്ത് പറ്റും? നേരത്തെ ഇൻഹിബിറ്റ് ചെയ്ത ലാറ്ററൽ ബഡുകളെ വളർത്തുന്നതും ചെടിക്ക് ഏജ് വരാതെ ഈ സിനസെൻസ് അച്ചീവ് ചെയ്യാതെ മാക്സിമം ഗ്രീനായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും സൈറ്റോകൈൻ ഒരു നന്മമരമാണ്. അടുത്ത് ചെടി വളർന്നു കഴിഞ്ഞു, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഈ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ സഹായിക്കുന്ന ആരാണ്? ഓക്സിൻ തന്നെയാണ് അല്ലേ. അവൻ അതൊക്കെ ഇഷ്ടമാണ്. ഗിബ്ബറിലാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രൂട്ട്സിൻ്റെയും മറ്റവരുടെയും ഗ്രോത്തുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഇൻഫ്ലുവൻസറാണ് ഗിബ്ബർലിൻ അല്ലേ. മറ്റിടത്തും ഈ പറയുന്ന സീഡിനെ ബ്രേക്ക് ചെയ്ത് വരാൻ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇവിടെയും എന്ത് പറ്റും? സ്റ്റിമുലേറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർത്തോളണേ, ഫ്രൂട്ട്സിൻ്റെയും ഇതിൻ്റെ സീഡിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇവ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അവരുടെ പ്രൊഡക്ഷൻ കൂടും, പിന്നീട് ആവശ്യം വരും. സൈറ്റോകൈൻ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. വലിയ നന്മമരമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാവരും സാധനങ്ങളൊക്കെ എത്തിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നെ വരുന്നതാണ് എത്തലീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? പ്രൊമോട്ട് ചെയ്യുകയല്ല. അതായത് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ക്ലോറോഫില്ല്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഇവരെല്ലാവരെയും ഏജ് ചെയ്ത് തളർത്തി വയസ്സാക്കുന്ന ആരാണ്? എത്തലീനാണ്. അതുപോലെ പച്ചക്കരിക്കുന്ന ഫ്രൂട്ട്സിനെ പഴുപ്പിക്കുന്നതും ആരാണ്? ഈ പറയുന്ന എത്തലീനാണ്. അപ്പോൾ എത്തലീൻ്റെ ജോലി എപ്പോഴും ചോദിക്കുന്നത് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ചെയ്യുന്നത് ആരാണ്? എത്തലീനാണെന്നുള്ളതാണ്. അബ്സിസിക് ആസിഡിൻ്റെ അടുത്ത ജോലി എന്തായിരിക്കും? ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്സ് ആൻഡ് enable them to tide over unfavorable conditions, also promote abscission of the matured leaves and fruits. എന്ന് വെച്ചാൽ എന്താ? മോശം കണ്ടീഷൻസ് വരുമ്പോൾ അപ്പോഴും ചെടിക്ക് അധികം വളർച്ചയൊന്നും കൊടുക്കാതെ മാക്സിമം പിടിച്ചു നിർത്തി ആ മോശം കണ്ടീഷനെ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? അബ്സിസിക് ആസിഡാണ്. അപ്പോൾ അബ്സിസിക് ആസിഡ് ഒരു സ്ഥലത്തും വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വളരാതിരിക്കാൻ, സീഡിൻ്റെ അടുത്ത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ, ചെടികളുടെ അടുത്ത് വളരാതിരിക്കാൻ പറയുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. എത്തലീൻ ആണെങ്കിലോ പഴുക്കാൻ സഹായിക്കുന്നു, ചെടിക്ക് ഏജിങ് വരാൻ സഹായിക്കുന്നു. ഇതാണ് പ്ലാന്റ് ഹോർമോൺസ്. ഇതിൻ്റെ ഫങ്ഷൻസും ഉറപ്പായിട്ട് ഒരു ചോദ്യം ഇവിടെ നിന്നുണ്ടാവും, മനസ്സിലാക്കി പഠിക്കുക. ഇനി വരുന്നതാണ് സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ്. നമുക്ക് ചെടികൾ കൊണ്ടാണ് നമ്മൾ അഗ്രികൾച്ചർ, നമ്മുടെ ആഹാരം എന്ന് വരുന്ന എവിടെ നിന്നാണ്? ചെടികളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് സിന്തറ്റിക് ആയിട്ട് പ്ലാന്റ് ഹോർമോണുകൾ നിർമ്മിക്കാറുണ്ട്, കെമിക്കൽസ്. ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ഗിബ്ബർലിൻ, സിന്തറ്റിക് എത്തലീൻ. ഇവരുടെ ഫങ്ഷൻസ് ഉറപ്പായിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഓക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും? സ്റ്റെമ്മിനെ വളരാൻ സഹായിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ ശ്രദ്ധിച്ചോളണം, ഷുഗർ കെയിനിൻ്റെ ഇലോങ്ങേഷൻ എന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾ ഓക്സിൻ എഴുതരുത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. സ്റ്റെമ്മുകളുടെ ഇലോങ്ങേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നും പറഞ്ഞാൽ നമുക്ക് ഷുഗർ കെയിൻ അവരെ നമുക്ക് ചിന്തിക്കും അല്ലേ. ഷുഗർ കെയിൻ്റെ സ്റ്റെം ഇലോങ്ങേറ്റ് ചെയ്യാൻ ഓക്സിൻ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അവിടെ തെറ്റും. അതുകൊണ്ടാണ് അത് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഓക്സിൻ്റെ ജോലി എന്താ? സ്റ്റെം കട്ടിങ് ഉണ്ടല്ലോ, സ്റ്റെം കട്ടിങ്. ഈ സ്റ്റെം കട്ടിങ്ങിൽ ഇൻഡ്യൂസസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്. ഈ തണ്ട് മുറിച്ച് നടന്ന ചെടികളിലൊക്കെ റൂട്ട് ഫോർമേഷൻ സഹായിക്കുന്നത് ആരാണ്? ഓക്സിനാണ്. അതുപോലെ വളർച്ചയെ ആവശ്യമില്ലാതെ പ്രൊമോട്ട് ചെയ്ത് ചെടിയെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വീഡിസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താ വെച്ചാൽ വീടെന്ന് വെച്ചാൽ കള, ആവശ്യമില്ലാത്ത ചെടി. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഈ പറയുന്ന ഓക്സിനെ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് സിന്തറ്റിക് ഓക്സിൻ്റെ ജോലി. സിന്തറ്റിക് ഓക്സിൻ എന്ത് ചെയ്യും? ഒന്ന്, നമ്മൾ ഈ കമ്പ് മുറിച്ച് തണ്ട് മുറിച്ച് നടന്ന ചെടികളിൽ റൂട്ടിൻ്റെ ഫോർമേഷൻ വരാൻ സഹായിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഈ പറയുന്ന കളയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വളർത്തി നശിപ്പിക്കാനും ഓക്സിനുണ്ട്. ഗിബ്ബർലിൻ്റെ ജോലി എന്താ? ഇൻഫ്ലുവൻസറാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഫ്രൂട്ട്സിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ പ്രൊമോട്ട്, കണ്ടോ ഞാൻ പറഞ്ഞു ഇൻഫ്ലുവൻസ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. കണ്ടോ, പ്രൊമോട്ട് ചെയ്യുകയാണ് അല്ലേ. എന്ത് ചെയ്യാണ്? അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷുഗർ കെയിൻ്റെ ഇലോങ്ങേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രേപ്പിൻ്റെ ഫ്രൂട്ട്സിനെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഗിബ്ബർലിനാണ്. എത്തലീൻ്റെ ജോലി പിന്നെ അറിയാം എന്തായിരിക്കും? ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുക അല്ലെ. ഒരേ സമയത്ത്
ഒരു പാടത്തുള്ള എല്ലാ ചെടികളും പഴുത്ത് പാകമായി വന്നാൽ നമുക്ക് ഹാർവെസ്റ്റിംഗ് ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബനാനാസും ടൊമാറ്റോസും സൈമിൾട്ടേനിയസ്ലി എന്താണ് ഈ പറയുന്നതിൻ്റെ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എത്തിലീൻ എന്ന് പറയുന്നത്. തീർന്നു. പ്ലാന്റ് ഹോർമോൺ സെക്ഷൻ നമ്മളിവിടെ തീർന്നു. ഉറപ്പാണ് പഠിച്ചു വെച്ചാൽ ഇവിടെ നിന്ന് നമുക്കൊരു 2 to 3 മാർക്കിനുള്ള ചോദ്യമെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. ഇനി വരുന്നൊരു സംഭവമാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ എന്താണ് ഫോട്ടോ പീരിയോഡിസം എന്ന് വെച്ചാൽ, ചെടിക്ക് ഡേയും നൈറ്റും അറിയാനായിട്ട് സഹായിക്കുന്നത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പിഗ്മെൻ്റ് ആണ്. അതിൻ്റെ പേരാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണെന്ന് പറയുന്നത് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം, അല്ലെങ്കിൽ ഈ ഹോർമോണ് എന്തിനുള്ള കഴിവുണ്ട്, ഡേ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ചേഞ്ച് വരുത്താനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ചെടി എന്ത് ചെയ്യുന്നത്, സമയം അറിയുന്നത്. കാരണം അറിയാമല്ലോ, ഈ ചെടികൾ ഒരു നിശ്ചിത സമയത്തായിരിക്കും പൂക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൃത്യ സമയത്തായിരിക്കും പൂക്കുന്നത്, കായ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് വാച്ചൊന്നും ഇല്ലല്ലോ, കലണ്ടർ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും, ഫൈറ്റോക്രോം ഹോർമോൺ എന്ന് പറയുന്ന ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻ്റ് ആണ് ഈ പറയുന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത്. അപ്പോൾ എന്താ ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് അല്ലേ, നോക്കിയേ, ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ് ടു ദ ഫോട്ടോ പീരീഡ് ഈസ് നോൺ ആസ് ഫോട്ടോ പീരിയോഡിസം. ചെടി ഈ പറയുന്ന ലൈറ്റിനനുസരിച്ച് ഡേ നൈറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോട്ടോ പീരിയോഡിസം. നമുക്കറിയാമല്ലോ, ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ പല പീരീഡ് ഉണ്ട് അല്ലേ. അപ്പോൾ പീരീഡ് നമ്മൾ സമയം നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ചെടിയാണെങ്കിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോ അല്ലേ. അപ്പോൾ ഫോട്ടോ വെച്ചിട്ട് പീരീഡുകളായ ദിവസത്തെ തിരിക്കുന്നു. ഫോട്ടോ പീരിയോഡിസം സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേര്, ഹോർമോൺ അല്ല പിഗ്മെൻറ്റിൻ്റെ പേര് ഫൈറ്റോക്രോം. അപ്പോൾ എല്ലാം പീയുടെ കളിയാണ് അല്ലേ. ഫോട്ടോ പീരിയോഡിസം എന്താണ്, ഫോട്ടോ പീരീഡിനനുസരിച്ച് ചെടിക്കുള്ള റെസ്പോൺസ്, അതിന് സഹായിക്കുന്നത് ഫൈറ്റോക്രോം. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എവിടെയാണ് കാണുന്നത്, ഈ പറയുന്ന ചെടിയുടെ തുമ്പിലും ഇലകളിലും ഒക്കെയാണിത് കാണപ്പെടുന്നത്. തീർന്നു. ചെടിയുമായി ബന്ധപ്പെട്ട എല്ലാം തീർന്നു. നമ്മളിനി അടുത്ത് മനുഷ്യരിലുള്ള ഹോർമോണിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. തുടങ്ങുകയാണ് തൊണ്ടയിലുള്ള തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി പറഞ്ഞുകൊണ്ട്. നമ്മുടെ തൊണ്ടയിൽ കാണുന്ന ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൊണ്ടയിൽ കാണുന്ന തൈറോയിഡ് ഗ്ലാൻഡിൽ 2 തരം സെല്ലുകളാണ് ഉള്ളത്. ഫോളിക്കുലാർ സെല്ലും ഉണ്ട്, പാരാഫോളിക്കുലാർ സെല്ലും ഉണ്ട്. ഫോളിക്കുലാർ സെല്ലാണെങ്കിൽ തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കും, പാരാഫോളിക്കുലാർ സെല്ല് കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കും. കിട്ടിയോ? തൊണ്ടയിൽ കാണുന്ന തൈറോയിഡ് ഗ്ലാൻഡ് ലാരിങ്സിൻ്റെ താഴെ ട്രക്കിയയ്ക്ക് മുകളിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കാണുന്ന ഗ്ലാൻഡാണ് എന്ത്, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മളെ ഗ്ലാൻഡുകളിൽ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്, തൈറോയിഡ് ഗ്ലാൻഡ് തന്നെയാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് തൊണ്ടയിൽ കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഗ്ലാൻഡിൽ എത്ര പാർട്ടുണ്ട്, 2 തരം സെല്ലുകളാണോ, 2 തരം സെല്ലുകളാണ് ഉള്ളത്, ഫോളിക്കുലാറും പാരാഫോളിക്കുലാറും. ഫോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ഉൽപ്പാദിപ്പിക്കും, തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കും. പാരാഫോളിക്കുലാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒറ്റ ഹോർമോണേ ഉള്ളൂ, കാൽസിറ്റോൺ. ഫംഗ്ഷൻ ആദ്യം കാൽസിറ്റോണിൻ്റെ പഠിക്കുന്ന എളുപ്പം. കാൽഷ്യം ലെവൽ കുറയ്ക്കും. കാൽസിറ്റോണിൻ്റെ പാര അല്ലേ, കാൽസിറ്റോണിന് അപ്പോൾ എന്താണ്, കാൽഷ്യത്തിൻ്റെ ലെവലിന് പാര വയ്ക്കും അല്ലേ. അപ്പോൾ പാരാഫോളിക്കുലാർ സെല്ല് ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ആ കോഡ് വേണ്ടല്ലേ, കൺഫ്യൂഷൻ വരും. അപ്പോൾ കാൽസിറ്റോണിന് എന്ത് ചെയ്യും, കാൽഷ്യത്തിൻ്റെ ലെവലിനെ ഡിക്രീസ് ചെയ്യും. ഉൽപ്പാദിപ്പിക്കുന്നത് പാരാഫോളിക്കുലാർ സെല്ല്. ഫോളിക്കുലാർ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഫങ്ഷൻസ് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ, നമ്മൾ ഏതാ ഓർത്ത് വയ്ക്കുന്നത്, നമ്മൾ ഈ പറയുന്ന തൈറോക്സിൻ ചെയ്യുന്ന പ്രധാന ജോലി എന്താണ്, മെറ്റബോളിസം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്. തൈറോക്സിൻ എന്താണ്, മെറ്റബോളിസം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തൈറോക്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതിന് പുറമെ ബോഡിയുടെ ടെമ്പറേച്ചറും കുട്ടികളിലും അതുപോലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഹാർട്ടിൻ്റെയും സ്കിന്നിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത്. അപ്പോൾ എല്ലാം കൂടെ ഓർത്ത് വെച്ചില്ലെങ്കിൽ മിനിമം മെറ്റബോളിസം ഓർത്ത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ച് തന്നെ ബാക്കി നമുക്ക് കിട്ടും. തൈറോക്സിൻ എന്ന് പറയുന്നത് എന്താണ്, മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. മെറ്റബോളിസം എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് വരും. കാൽസിറ്റോണിൻ കാൽഷ്യം കുറയ്ക്കും. തീർന്നു, മെയിൻ പോയിന്റ് തീർന്നു. ഇനി ഡിസീസിനെ പറ്റി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസീസ് എന്ന് പറയുന്നത്, ഡിസീസ് 3 കാൽസിറ്റോൺ നമുക്കില്ല, തൈറോക്സിൻ്റെ അളവ് വെച്ച ഡിസീസേ ഉള്ളൂ. തൈറോക്സിൻ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം, തൈറോക്സിൻ കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ എന്തായിരിക്കും, എക്സസീവായിട്ട് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഉള്ള പ്രശ്നം എന്തായിരിക്കും, നമ്മുടെ മെറ്റബോളിസം കൂടും. അപ്പോൾ നിങ്ങൾക്കറിയാം മെറ്റബോളിസം കൂടുന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനവും, ഹാർട്ട് ബീറ്റ്,
സ്വെറ്റിങ്, നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആവശ്യമില്ലാതെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ചിലവായിക്കൊണ്ടേയിരിക്കും. വെയിറ്റ് കുറയും, ഹാർട്ട് റേറ്റ് കൂടും, എക്സസീവായി വിയർക്കും, ആങ്സൈറ്റി ഉണ്ടാകും. കിട്ടിയല്ലോ, കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോക്സിൻ്റെ അളവ് എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? മെറ്റബോളിസം കുറയും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഭക്ഷണം കഴിച്ച് നമ്മളൊരു പണിയെടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ആവും. അപ്പോൾ വെയിറ്റ് കൊണ്ട് അങ്ങ് കൂടും, ഹാർട്ട് റേറ്റ് ഒക്കെ അങ്ങ് കുറയും, എപ്പോഴും ക്ഷീണമായിരിക്കും, നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരും. കിട്ടിയേ? ഗോയിറ്റർ ഞാൻ പറഞ്ഞു, ഇതെന്താണ്? ഇത് അയഡിൻ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിഷ്യൻസി കാരണം ഈ പറയുന്ന തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. വീക്കം എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാകുന്ന പ്രവർത്തനം കുറയുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. സ്വെല്ലിംഗ് ഉണ്ടാകും, കണ്ടോ, നെക്ക് റീജിയണിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ഉപ്പിനകത്തൊക്കെ ഈ അയഡിൻ ചേർക്കുന്നത്. ഇതാണ് സംഭവം അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയോഡൈസ്ഡ് ഉപ്പുകൾ ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ്. തീർന്നു. മനുഷ്യൻ്റെ നമ്മുടെ ശരീരത്തിലെ ഫസ്റ്റ് ഗ്ലാൻഡായ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ പഠിച്ചു തീർത്തു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ കാൽസിറ്റോണിന് പാര വയ്ക്കുന്ന ഒരുത്തനുണ്ട്. ആരാണ്? അവനാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, പാരയല്ല, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിറകിൽ, കട്ടപ്പയെ പോലെ പിറകിൽ നിന്നിട്ട് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ ചെയ്യുന്നതിന് പാര വയ്ക്കുന്ന ആളാണ് ആര്? പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിറകിലായി കാണുന്നു. പുറകിലാണെങ്കിൽ ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല, ശത്രുക്കളാണ് കേട്ടോ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് പാരാതെർമോൺ. പാരാതെർമോൺ അപ്പോൾ എന്ത് ചെയ്യും? കാൽസിറ്റോണിൻ ചെയ്യുന്നതിൻ്റെ വിപരീതം, കാൽസിറ്റോണിന് പാര വയ്ക്കും. കാൽസിറ്റോണിൻ കാൽഷ്യം ലെവൽ കുറയ്ക്കുമ്പോൾ പാരാതെർമോൺ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂട്ടും. നമ്മുടെ നോർമൽ ശരീരത്തിൽ വേണ്ട കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/dL ആണ്. ഇത് പഠിച്ചു വെച്ചോളം ചോദിക്കും. 9 to 11. ഓക്കെ, 9 to 11 കാൽഷ്യം അല്ലേ? കാൽഷ്യം എന്ന് പറയുമ്പോൾ 9 to 11. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരുമാണ് പ്രവർത്തിക്കുന്നത്, കാൽസിറ്റോണിനും പാരാതെർമോണും. അതൊക്കെയാണ് കാൽസിറ്റോണിനും അതുപോലെ തന്നെ ആരാണ്? പാരാതെർമോണുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാൽസിറ്റോണിനും പാരാതെർമോണും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ പറയുന്ന പാരാതെർമോണും കാൽസിറ്റോണും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, കാൽഷ്യത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുകയാണ്? കൂടുകയാണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക? കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടിയല്ലോ, അപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കാൽസിറ്റോണിൻ ആക്ട് ചെയ്യും. ഓക്കെ, വെൻ ദ കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസസ് കാൽസിറ്റോണിൻ വരും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ലെവൽ എന്ത് ചെയ്തു? കൂടിയിരിക്കുകയാണ്, കുറയ്ക്കണം. എന്ത് ചെയ്യണം? അപ്പോൾ കാൽഷ്യം എവിടെ നിന്നൊക്കെയാണ് ശരീരത്തിൽ വരുന്നത്? ഒന്ന്, യൂറിൻ അല്ലെങ്കിൽ ഈ പറയുന്ന രക്തം ഫിൽറ്റർ ചെയ്യും, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന കാൽഷ്യത്തിനെ തിരിച്ചെടുക്കും. 2, ഇൻറ്റസ്റ്റൈൻ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. മൂന്നാമത്തെ എന്താണ്? എല്ലിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. ആ സംഭവം പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, നമുക്കിപ്പം കാൽഷ്യം കൂടുതലാണ്, അപ്പോൾ ഇനി കാൽഷ്യം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ കിഡ്നികളുടെ അടുത്ത് പറയും കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്യണ്ട എന്ന് പറയും. ഇൻഹിബിറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബ്ലഡ്. അടുത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഈ പറയുന്ന ഇൻറ്റസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും? ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ദ ബ്ലഡ്. അടുത്ത് എല്ലുകളുടെ അടുത്ത് പറയും എന്താണ്? നിങ്ങൾ ഈ പറയുന്ന കാൽഷ്യത്തിന് എന്ത് ചെയ്യുക? എല്ലുകളിൽ സ്റ്റോർ ചെയ്യാൻ പറയും. ഇപ്പോൾ രക്തത്തിൽ കുറച്ച് കൂടി ഇരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽഷ്യത്തിൽ മാക്സിമം സ്റ്റോർ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, കാൽഷ്യത്തിൻ്റെ ലെവൽ നമ്മുടെ രക്തത്തിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിക്കുക? കുറയുകയാണെന്ന് വിചാരിക്കുക. സോ വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഡിക്രീസസ് ഇൻ ബ്ലഡ്, കാൽഷ്യത്തിൻ്റെ ലെവൽ നമ്മുടെ രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ പാരാതെർമോൺ വരും. അപ്പോൾ പാരാതെർമോൺ എന്ത് ചെയ്യും? പാരാതെർമോൺ നോക്കുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെ കാൽഷ്യം വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന്, കിഡ്നിയിൽ നിന്ന് വരാം, മറ്റൊന്ന് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഗതി കെട്ടുകയാണെങ്കിൽ എന്താണ്? എല്ലിൽ നിന്ന് തിരിച്ചെടുക്കാം. അവിടെ പോയിട്ട് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാൻ പറയും? ഇതങ്ങോട്ട് ചെയ്യാൻ പറയും. അതായത് ആക്സിലറേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം അല്ലേ? കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ആക്സിലറേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ടു ദ ബ്ലഡ്, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർവ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്ത് പറ്റും? ഇനി ഒരു രക്ഷയില്ലെങ്കിൽ എല്ലിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കാൽഷ്യത്തിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയും. സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺ ഇൻ ടു ദ ബ്ലഡ് അല്ലെ? കാൽഷ്യം ഫോസ്ഫേറ്റ് ബോണിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ചെടുക്കാൻ പറയും. ഇത് എല്ലുകളെ എന്ത് പറ്റും? വീക്കാക്കും. നല്ലൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നോർമൽ കാൽഷ്യം ലെവലായിട്ടുള്ള 9 to 11 mg/dL മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ രണ്ടാമത്തതും കഴിഞ്ഞു അല്ലേ? നമ്മുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷനും അല്ലെങ്കിൽ കാൽഷ്യം മെറ്റബോളിസവും കഴിഞ്ഞു. അടുത്ത എന്തുവാണ് നമ്മുടെ ജോലി? അടുത്ത ഗ്ലാൻഡിലോട്ട് പോവുകയാണ്. അടുത്ത ഗ്ലാൻഡാണ് ആര്? പാൻക്രിയാസ്. എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഡിയോഡിനം അല്ലെ? ഈ C ഷേപ്പിൽ കാണുന്ന ഡിയോഡിനത്തിൻ്റെ ഇവിടെ കാണുന്ന ഒരു ഗ്ലാൻഡാണ് ആര്? പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്താണ്? ഒരു എൻഡോക്രൈനും അതുപോലെ തന്നെ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. അതിൽ എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ചെറിയ ഐലൻഡ് പോലെ ഇവിടെ കാണുന്ന കുറച്ച് സെല്ലുണ്ട്. ഇവരുടെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലോങ്കർ ഹാൻഡ്സ്.
അപ്പോൾ നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് ആണ് എൻഡോക്രൈൻ ഫങ്ഷൻസ് ചെയ്യുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിനകത്ത് നോക്കുകയാണെങ്കിലോ അവിടെ ആൽഫ സെല്ലും ഉണ്ട്, ബീറ്റ സെല്ലും ഉണ്ട്. ആൽഫ സെല്ലാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും. ബീറ്റ സെല്ലാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് ഷുഗറും ഡയബറ്റീസും ഒക്കെ കേൾക്കാത്ത ആൾക്കാരൊന്നും അല്ല. അപ്പോൾ പാൻക്രിയാസ് എവിടെയാണ് കാണുന്നത്? തൈറോയിഡ് തൊണ്ടയിലാണെങ്കിൽ പാൻക്രിയാസ് കാണുന്നത് ഡിയോഡിനത്തിൻ്റെ അടുത്താണ്. നമ്മുടെ വയറിൽ നിന്ന് ഈ പറയുന്ന ഇൻഡസ്ട്രിയം തുടങ്ങുന്നതിൻ്റെ ഭാഗത്തുള്ളതാണ് ഡിയോഡിനം. ഓക്കെ, അപ്പോൾ ഡിയോഡിനത്തിൻ്റെ അവിടെയായിട്ടാണ് ഈ പറയുന്ന പാൻക്രിയാസ് കാണുന്നത്. അപ്പോൾ പാൻക്രിയാസിൽ ആരാണ് ഈ എൻഡോക്രൈൻ ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന പാൻക്രിയാസിൽ ഇവിടെയായിട്ട് ഇങ്ങനെ മൂന്ന് കുത്തു പോലെ ഐലൻഡ് പോലെ കാണപ്പെടുന്ന കുറച്ച് പ്രത്യേക സെൽ, അതിനകത്ത് 2 ടൈപ്പ് സെൽ, ആൽഫയും ബീറ്റയും. ആൽഫ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ, ബീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? ബീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇവരുടെ ജോലി എന്താ? നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എന്താ ഷുഗറിൻ്റെ ലെവൽ? ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഷുഗറിൻ്റെ ലെവൽ എന്ന് പറയുന്ന രക്തത്തിൽ 70 to 100 mg/dL ആയിരിക്കണം. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് 140 mg/dL ആയിരിക്കും. ഇത് കൂടുന്ന അവസ്ഥ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡയബറ്റീസ് ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ HbA1c ടെസ്റ്റിൽ 5.7%, അതായത് 2 മാസത്തെ അളവെടുത്തിട്ടുള്ള ആവറേജ് ആണ്, 5.7 താഴെ ഉണ്ടായാലേ നമുക്ക് ഷുഗർ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ അമിതമായാൽ അല്ലേ അമൃതം വിഷവും എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ കേസ്. നോർമൽ ലെവലിനകത്തായിരിക്കും. അപ്പോൾ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിക്കാനാണ് ആരുടെ ജോലി? നമ്മുടെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ജോലി. അപ്പോൾ നോക്കാമല്ലോ എങ്ങനെയാണ് അവരത് ചെയ്യുന്നതെന്ന്. സംഭവം ഇത്രയേ ഉള്ളൂ. രക്തത്തിൽ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനാണ് ഇൻസുലിൻ എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഡയബറ്റീസ് ഉള്ള ആൾക്കാരല്ലേ ഇൻസുലിൻ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് അല്ലെങ്കിൽ എപ്പോഴും ഇൻസുലിൻ എന്ന് കയറി വരികയാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ഈ 70 to 100 എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബീറ്റാ സെല്ല് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആവും. ബീറ്റാ സെല്ലല്ലേ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ വരും. ഇനി ഇൻസുലിൻ എങ്ങനെയാണ് ഈ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതെന്ന് നോക്കിയാൽ 2 രീതിയിലൂടെയാണ്. ആദ്യത്തെ രീതി, എല്ലാ സെല്ലുകളടുത്തും പോയിട്ട് പറയും നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഗ്ലൂക്കോസിനെ വെച്ച് ഈ രക്തത്തിൽ നിന്ന് അങ്ങെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചോളാൻ പറയും. സോ സ്പീഡ് അപ്പ് ദ എൻട്രി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. അപ്പോൾ ടിഷ്യൂസിലും സെല്ലിലോട്ടും ഗ്ലൂക്കോസിന് മാക്സിമം കൊടുത്ത് അളവ് കുറയ്ക്കാൻ നോക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ലിവറിൽ പോയിട്ട് അത് ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ പറയും. ലിവറാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് പിന്നീട് അത് ഫാറ്റായിട്ടൊക്കെ മാറും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയും. അങ്ങനെ നമ്മൾ നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എത്തും. ഇനി ഇപ്പോഴും അതല്ല അവസ്ഥ. രാവിലെ നിങ്ങൾ ട്യൂഷനൊക്കെ പോകാനായിട്ടേ രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ തലചുറ്റും ക്ഷീണമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അത് കുറഞ്ഞാൽ പറ്റത്തില്ല. നമ്മുടെ ഡേ ടു ഡേ അല്ലേ, നമ്മുടെ അവയവങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ നേരെ പാൻക്രിയാസ് പറയും എന്നാൽ ശരിയാവത്തില്ലല്ലോ, നമ്മൾ മറ്റേ പയ്യനെ ഇറക്കി വിടാം. ആരെ? ഗ്ലൂക്കഗോൺ ഇറക്കി വിടാം. ആൽഫാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ ഇറക്കി വിടും. ഇപ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? നേരത്തെ ടിഷ്യൂവിൽ കൊടുത്ത സെല്ലിൽ കൊടുത്ത സാധനം തിരിച്ചു പിടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യും? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് ലിവർ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്ത് പറ്റും? ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇനി പ്രോട്ടീൻ അമിനോ ആസിഡ്സിനകത്തുള്ള ഗ്ലൂക്കോസിനെയും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം എത്തിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ വീണ്ടും മാച്ച് ആവും. തീർന്നു. അപ്പോൾ പിന്നെ എന്താ ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ അവസ്ഥയ്ക്ക് ഒരു കോട്ടം സംഭവിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ശരീരത്തിലുള്ള നോർമൽ ഷുഗർ ലെവൽ എന്ന് പറയുന്നത് കൂടും. 126 mg/dL മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡയബറ്റീസ് എന്നല്ല, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കണം. അപ്പോൾ ഇന്നത്തോട്ട് നിങ്ങൾ അതിനെ എന്ത് പറയണം? ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയണം. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് അതാണ് നമ്മൾ നാട്ടിൽ പറയുന്ന ഷുഗർ. ഈ ഡയബറ്റീസ് മെലിറ്റസ് 2 രീതിയിലാണ് ഉള്ളത്. സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സസീവ് ആയിട്ടുള്ള തേഴ്സ്റ്റ്, ഹങ്കർ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, വെയിറ്റ് ലോസ്, ക്ഷീണം. ഓക്കെ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചോദിച്ചാൽ മതി. ഈ ഷുഗർ 2 തരത്തിലാണ്, അല്ലെങ്കിൽ ഡയബറ്റീസ് 2 തരത്തിലാണ് ഉള്ളത്. ടൈപ്പ് 1ഉം ടൈപ്പ് 2. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കാണുന്ന സാധാരണ ആൾക്കാർ കാണുന്നതൊക്കെ ടൈപ്പ് 2 ആണ്. ഓക്കെ, അതായത് നോക്കി എന്തായിരിക്കണം? ഇൻസുലിൻ്റെ അളവ് കുറയും. എങ്ങനെ? ഈ പറയുന്ന ഡയറ്ററി കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ഷുഗറുള്ള എക്സസീവ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് അടിച്ച് കയറ്റി ലിവറല്ലോ പാൻക്രിയാസ് പ്രവർത്തിച്ച് ക്ഷീണിച്ച് വയ്യാണ്ടായിട്ട് അത് പറയും പൊന്നെണ്ണ നിർത്തുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇൻസുലിൻ്റെ അളവ് വയ്യ, അതിനെക്കൊണ്ട് പറ്റുന്നില്ല. അമ്മാര് തീറ്റയാണ് തിന്നുന്നത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന തീറ്റ തിന്നുന്ന കാരണം ഉണ്ടാകുന്നതാണ് ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ടൈപ്പ് 2.
ടൈപ്പ് 1 ഉണ്ടാകുന്നത് സാധാരണ കുട്ടികളിലാണ് ഇത് ആദ്യം മുതലേ വന്നു തുടങ്ങുന്നത്. അവർക്ക് എന്തായിരിക്കും ഈ ബീറ്റാ സെല്ലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന കാരണം, ബീറ്റാ സെല്ലല്ല ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ബീറ്റാ സെല്ലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന കാരണം കുട്ടിക്കാലം മുതലേ ഇവർക്ക് എന്തായിരിക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ വരും. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2 നമ്മൾ കാണുന്നത് ടൈപ്പ് 2. ടൈപ്പ് 1 ആദ്യം കുട്ടിക്കാലം ഒന്നല്ലേ ആദ്യം കുട്ടിക്കാലം വരുന്നതാണ് ടൈപ്പ് 1. അത് ബീറ്റാ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്നു. ടൈപ്പ് 2 നമ്മുടെ ആഹാര രീതികൾ കാരണം ഉണ്ടാകുന്നു. ഇനി ഏത് രീതി വന്നാലും ബുദ്ധിമുട്ടാണ്. ടൈപ്പ് 1 ഉള്ളവരുടെ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കേണ്ടി വരും. ടൈപ്പ് 2 നമുക്ക് ആദ്യമേ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് നേരെ ആക്കാൻ പറ്റും. പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും. ഡയബറ്റീസ് ഒരു വില്ലനാണ്. കാണുമ്പോൾ ചെറിയൊരു രോഗം തോന്നിയാലും റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, അങ്ങനെ പല പ്രശ്നങ്ങളും എന്ത് പറ്റും ഇതുണ്ടാക്കും. സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കും. തീർന്നു, പാൻക്രിയാസ് തീർന്നു. അടുത്തതിലോട്ട് പോവാം. അടുത്താണ് നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന അഡ്രീനൽ ഗ്ലാൻഡ് അല്ലേ. നമ്മുടെ സമൂസയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ 2 കിഡ്നികളുടെയും മുകളിലായിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. അപ്പോൾ അഡ്രീനൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഡ്രിനാലിൻ ഓർമ്മ വരും. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് ആണോ ഉൽപ്പാദിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അഡ്രീനൽ ഗ്ലാൻഡ് തന്നെയാണ് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ മുറിച്ചു നോക്കിയ 2 ഭാഗമുണ്ട്. ഒന്ന് ഒരു അകത്ത ഭാഗം, നമ്മളതിനെ മെഡുല്ല എന്ന് വിളിക്കും. ഒന്ന് പുറം ഭാഗം, നമ്മളതിനെ കോർട്ടക്സ് എന്ന് വിളിക്കും. നമ്മൾ കേട്ടിട്ടുള്ള ഈ അഡ്രിനാലിൻ ഉണ്ടല്ലോ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? മെഡുല്ലയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ മെഡുല്ലയാണ് എന്ത് ചെയ്യുന്നത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് വേറൊരു പേര് പറയും, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇത് അഡ്രിനാലിൻ തന്നെയാണ് കേട്ടോ. ഇതാണ് എമർജൻസി ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഒരു ആന കുത്താൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പട്ടി ഓടിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾ ടീച്ചർ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പെട്ടെന്ന് ടീച്ചർ നമ്മുടെ എന്ന് വിളിക്കുമ്പോൾ നമ്മളുള്ള അയ്യോ എന്നൊരു പേടി വരത്തില്ലേ? അതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആണ്. ഇനി ആ സിറ്റുവേഷനൊക്കെ തീർന്നു, ടീച്ചർ പറഞ്ഞ ആ ബോട്ട് ഇപ്പോഴത്തേക്ക് വിട്ടേക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തമാവും. അതെപ്പോഴാണ്? അത് നോർ എപ്പിനെഫ്രിൻ വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് അതിനകത്തിരിക്കുന്നതാണ് എന്ത്? മെഡുല്ലയാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കോർട്ടക്സിൻ്റെ ജോലി എന്താ? കോർട്ടക്സിൻ്റെ ജോലി കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ കോർട്ടക്സിൻ്റെ ജോലി കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഉണ്ട്? 3 എണ്ണം. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്നിങ്ങനെ 3 കോർട്ടിക്കോ സ്റ്റിമുലോയിഡ് അല്ലെങ്കിൽ എന്താണ് സ്റ്റീറോയിഡുകളാണുള്ളത്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സ് കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. 3 എണ്ണം. ഗ്ലൂക്കോ, മിനറലോ, ഗൊണാഡോ. അതിലെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഹോർമോണിൻ്റെ പേരാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ എന്ത് ചെയ്യും? ഷുഗറിൻ്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസിനെ സപ്രസ് ചെയ്യും, അതുപോലെ ഇൻഫ്ലമേഷനും അലർജിയെയും കൺട്രോൾ ചെയ്യും. അതാണ് കോർട്ടിസോളിൻ്റെ ജോലി. അപ്പോൾ കോർട്ടിസോളിൻ്റെ ജോലി എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിസ്, ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, സപ്രസസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസസ്, ഇമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുക, റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദ ബോഡി. അപ്പോൾ അലർജിയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത് കോർട്ടിസോൾ. അടുത്ത് മിനറലോ കോർട്ടിക്കോയിഡിൽ വരുന്നതാണ് ആൾഡോസ്റ്റിറോൺ. എന്തായിരിക്കും? ഇക്വിലിബ്രിയം ഓഫ് മിനറൽ ഇൻ ദ ബോഡി, റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഓക്കെ, റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. അടുത്ത് വരുന്നതാണ് ഗൊണാഡോ കോർട്ടിക്കോയിഡ്. അതിൻ്റെ പേരാണ് ആൻഡ്രോജൻ. എന്തൊക്കെയായിരിക്കും? കൺട്രോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ. അതാണ് ഗൊണാഡോ കോർട്ടിക്കോയിഡ്, ആൻഡ്രോജൻ വരും. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഒന്നും കൂടെ, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾ. അതിന് 3 എണ്ണം അല്ലേ. എന്തൊക്കെയാണ് ഈ പറയുന്ന? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, ഗൊണാഡോ കോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൽ വരുന്ന കോർട്ടിസോള് ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിസ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നു, ഇൻഫ്ലമേഷനും അലർജിയെയും മാറ്റുന്നു. ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിലിബ്രിയം ഓഫ് ദ മിനറൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് മിനറലോ കോർട്ടിക്കോയിഡ്. അപ്പോൾ മിനറലിൻ്റെ അളവ് അപ്പോൾ അറിയാമല്ലോ, മിനറൽസിനകത്തല്ലേ ഉപ്പ് വരുന്നത്. അപ്പോൾ റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഉപ്പുള്ള അല്ലെ, പ്രഷർ ഉള്ളവർ ഉപ്പുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അച്ചാറൊന്നും കഴിക്കില്ലെന്ന് പറയത്തില്ല. ഇതാണ് കാരണം. ആൻഡ്രോജൻ എന്തായിരിക്കും? സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. തീർന്നു, സെറ്റാണ്. ഇനി അടുത്ത ഗ്ലാൻഡ്. നമ്മുടെ ബ്രെയിനകത്തൊരു കുട്ടി ഗ്ലാൻഡ് ഉണ്ട്. ആ കുട്ടി ഗ്ലാൻഡിൻ്റെ പേരാണ് പീനിയൽ ഗ്ലാൻഡ്. എന്തോ ജോലി? ഒറ്റ ജോലിയേ ഉള്ളൂ. പീനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. രാത്രി ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 6 മണിക്ക് ഉറക്കം വരും. അതല്ലാതെ നമുക്ക് ബുക്കൊന്നും ഇല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്ത് പറ്റും? ഒരു 10, 11, 12 മണിയൊക്കെ ആകുമ്പോഴത്തല്ലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാ ദിവസവും ഈ സമയത്ത് ഉറക്കം വരുന്നത്? അതിന് സഹായിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലെ ഉള്ളത് കൊണ്ട് നമ്മളിതിനെ എന്ത് വിളിക്കും? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കും. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്
മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ്. എന്താണ്? പീനിയൽ ഗ്ലാൻഡ്, മെലാറ്റോണിൻ, ബയോളജിക്കൽ ക്ലോക്ക്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇവിടുന്ന് അത്രയേ ഉള്ളൂ ചോദിക്കാൻ. ഓക്കെ, നെക്സ്റ്റ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന കാരണമാണ് നിങ്ങൾക്ക് എന്ത് പറ്റുന്നത്? രാത്രി ഉറക്കം വരാത്തത്. അതുകൊണ്ട് രാത്രി അല്ലേ ഫോണൊന്നും അധികം ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ നെഞ്ചിൽ സ്റ്റേണം, നടുക്കുള്ളൊരു എല്ലാണ് സ്റ്റേണം എന്ന് പറയുന്നത്. ഈ സ്റ്റേണത്തിൻ്റെ പിറകിലായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, തൈമസ് ഗ്ലാൻഡ്. നമ്മൾ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ പഠിച്ച പിള്ളേരായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കറിയാം. ഇവിടെ വെച്ചിട്ടാണ് എന്ത്? തൈമോസിന് ഉൽപ്പാദിപ്പിക്കും. ഇവിടെ വെച്ചിട്ടാണ് T ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നത്? മെച്ചുറേഷൻ അച്ചീവ് ചെയ്യുന്നത്. നമ്മളവിടെ പഠിച്ചു അല്ലേ? B ലിംഫോസൈറ്റും ഉണ്ട്, T ലിംഫോസൈറ്റും ഉണ്ട്. ബോൺ മാരോയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് T ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ബോൺ മാരോയിലാണെങ്കിൽ മെച്ചുവർ ആവുന്നത് തൈമസിൽ വന്നിട്ടാണ്. ആ സാധനമാണ് ഇത്. തൈമസ് ഗ്ലാൻഡ് ഒറ്റ ജോലിയേ ഉള്ളൂ. തൈമസ് ഗ്ലാൻഡ് തൈമോസിനെ ഉൽപ്പാദിപ്പിക്കും. T ലിംഫോസൈറ്റുകൾ T കളിയാണ്. തീർന്നു. ഇനി ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി. അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയുണ്ട് ഇവർ ഭയങ്കര അല്ല ഒരുമിച്ച് ബ്രെയിനിൻ്റെ എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ ഈ നടുക്കായിട്ട് കാണുന്നതാണ് എന്ത്? ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി. അപ്പോൾ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. കുറച്ചുണ്ട്, എന്നാലും സിമ്പിളാണ് സംഭവം. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസ് എങ്ങനെയാണ്? ഹൈപ്പോതലാമസ് 2 ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. അതല്ലാതെ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോർമോണുകളും ആരുൽപ്പാദിപ്പിക്കും? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഹൈപ്പോതലാമസ് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കും. ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കും. അതല്ലാതെ ഈ ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾ എന്ത്? റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. റിലീസിങ് എന്ത് റിലീസ് ചെയ്യാൻ? ഇവരൊന്ന് റിലീസ് ചെയ്യില്ല. ഇവർ നേരെ എവിടെ പോവും? നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിൽ പോയിട്ട് ആൻറ്റീരിയർ ലോബിൻ്റെ അടുത്ത് കുറേ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യാൻ പറയും. ഈ പറയുന്ന പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആരെ കൺട്രോൾ ചെയ്യും? മറ്റ് ഗ്ലാൻഡുകളെ പോയി കൺട്രോൾ ചെയ്യും. അതാണ് സംഭവം. മനസ്സിലായോ? പിറ്റ്യൂട്ടറിയെ ഇപ്പോൾ ക്ലാസ് ടീച്ചറിനെ പ്രിൻസിപ്പൾ കൺട്രോൾ ചെയ്യും. പ്രിൻസിപ്പൾ പറയുന്നതനുസരിച്ച് ക്ലാസ് ടീച്ചർ വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്യും. അതുപോലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയുടെ അടുത്ത് പറയും എന്താണ്? റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ റിലീസിങ് ഹോർമോൺ വിട്ടാൽ അവൻ റിലീസ് ചെയ്യും. ഇൻഹിബിറ്ററി വിട്ട് കഴിഞ്ഞാൽ അവൻ ഇൻഹിബിറ്റ് ചെയ്യും. എന്നാൽ ഈ പറയുന്ന ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ്. ആ പേരിൽ തന്നെ കിട്ടും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രീനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺസ്, അഡ്രീനൽ ഗ്ലാൻഡിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഗൊണാഡോ ട്രോഫിക് ഹോർമോൺ, ഗൊണാഡ് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനുകളെ കൺട്രോൾ ചെയ്യും. സൊമാറ്റോട്രോഫിൻസ് നമ്മുടെ സെല്ലിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. പ്രോലാക്റ്റിൻ പാലിൻ്റെ ഉൽപ്പാദനം, സ്ത്രീകളിൽ പാലിൻ്റെ ഉൽപ്പാദനത്തെ കൺട്രോൾ ചെയ്യുന്നതും ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറിയാണ്. ഇത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഹൈപ്പോതലാമസിൻ്റെ റിലീസിങ്ങും ഇൻഹിബിറ്ററി ഹോർമോൺസും ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് വേറെയുണ്ട്, വാസോപ്രസിനും ഓക്സിറ്റോക്സിനും. ഇത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, സ്റ്റോർ ചെയ്യത്തില്ല. അത് പിന്നെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? അത് സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറിയിലാണ്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? റിലീസാവും. എന്താ അവരുടെ ജോലി? അപ്പോൾ ഈ പറയുന്ന ADH എന്താണ് സംഭവം? ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ്. അതാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ എന്നൊരു ADH രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അവൻ എന്താണ്? ആൻറ്റി ഡയൂററ്റിക്. അപ്പോൾ യൂറിൻ്റെ അളവ് കുറയ്ക്കും. എങ്ങനെ? രക്തത്തിൽ നിന്ന് വെള്ളത്തിന് തിരിച്ച് രക്തത്തിൽ നിന്ന് വെള്ളത്തിന് യൂറിനായിട്ട് പോകാൻ വിടാതെ തിരിച്ച് അബ്സോർബ് ചെയ്യിപ്പിക്കും. ഓക്സിറ്റോക്സിൻ സ്ത്രീകളിലാണ് പ്രധാന ജോലി. പാലിൻ്റെ പ്രൊഡക്ഷൻ ലാക്ടേഷനെ സഹായിക്കും. അതുപോലെ നമ്മളെ ഈ പറയുന്ന യൂട്രസിലെ മസിലിൻ്റെ കോൺട്രാക്ഷൻ സഹായിക്കുന്നതും ഓക്സിറ്റോക്സിനാണ്. ഇനി മറ്റു ഓരോ ഹോർമോണുകളുടെ ജോലി നോക്കാമല്ലോ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് തൈറോയിഡിനെ, അഡ്രീനോ കോർട്ടിക്കോ അഡ്രീനലിനെ, ബാക്കി പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സൊമാറ്റോട്രോഫിൻ ഗ്രോത്തിന്, പ്രോലാക്റ്റിൻ മിൽക്കിന്. ഗ്ലാൻഡും ഹോർമോണും ആയി. 1-2 തവണ പഠിച്ചാലേ ഇത് ഓർമ്മയിരിക്കുള്ളൂ. ഇനി ഇവരുടെ അമിതമായ ഉൽപ്പാദനം കാരണം അല്ലെങ്കിൽ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ. ഈ സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന 2 അസുഖമാണ് ജൈജാൻറ്റിസവും ഡോർഫിസവും. എന്നാൽ നമ്മുടെ വളർച്ചയുടെ സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു 10, 20, 21 വയസ്സിനകത്ത് നമ്മൾ വളർച്ച തീരുമല്ലോ. ഈ വളർച്ച തീർന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അക്രോമെഗലി എന്ന് പറയും. അപ്പോൾ ജൈജാൻറ്റിസും അക്രോമെഗലിയും ഈ പറയുന്ന സൊമാറ്റോട്രോഫിൻ കൂടുന്നത് കൊണ്ടാണ്. പക്ഷേ ജൈജാൻറ്റിസം കുട്ടിക്കാലത്തെ കൂടി വരും, അക്രോമെഗലി ഒരു സമയം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഡോർഫിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രോത്ത് ഫേസിൽ കുറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാവും.
ഗ്രോത്ത് ഫേസിൽ കൂടിയാൽ ജൈജാൻറ്റിസം ഉണ്ടാകും, ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് കൂടിയാൽ അക്രോമെഗലിയും ഉണ്ടാകും. ഇനി വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ്, രക്തത്തിൽ വെള്ളമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ഒരു നിശ്ചിത അളവിൽ വേണം. എന്നാൽ ഇതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആരാണ്? അത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വാസോപ്രസിൻ്റെ അളവ് കൂടിയാൽ എന്ത് പറ്റും? യൂറിൻ്റെ അളവ് കുറയും. അതായത് നമ്മുടെ കിഡ്നികൾ റീഅബ്സോർബ് ചെയ്യും. ഈ പറയുന്ന അരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിന് കളയാതെ റീഅബ്സോർബ് ചെയ്യും. അപ്പോൾ രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടും. ഇനി രക്തത്തിൽ ആവശ്യം പോലെ വെള്ളം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ സ്വെറ്റ് ചെയ്തൊന്നും വെള്ളം പോകുന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളം തിരിച്ചു പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ADHൻ്റെ അളവ് കുറയും, യൂറിൻ്റെ അളവ് അപ്പോൾ കൂടും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാരുടെ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളുടെ ടെസ്റ്റിസ് ആണ്. സെക്സ് ഓർഗൻ ഡെവലപ്മെൻറ്റ്, സ്പേമിൻ്റെ ഉൽപ്പാദനം, സെക്ഷൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതും ടെസ്റ്റോസ്റ്റിറോൺ. ഓർത്ത് വയ്ക്കാമല്ലോ, സിമ്പിളല്ലേ. ഇവിടെയാണ് ഡൗട്ട് വരുന്നത് അല്ലേ. സ്ത്രീകളിലാകുമ്പോൾ 2 എണ്ണം ഉണ്ട്, ഈസ്ട്രോജനും ഉണ്ട് പ്രൊജസ്ട്രോണും ഉണ്ട്. ഈസ്ട്രോജൻ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ മാച്ചിങ് ആണ് ഈസ്ട്രോജൻ. അതായത് സെക്സ് ഓർഗൻ്റെ വളർച്ച, ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ, മെൻസ്ട്രൽ സൈക്കിള്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. കണ്ടോ, രണ്ടും ഏതാണ്ട് സെയിം. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഫീറ്റസ് ഇൻ ദ യൂട്രസ്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കൺട്രോൾ, അത് പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഇനി പ്രൊലാക്റ്റിൻ നമ്മൾ പറഞ്ഞു, പാലുൽപാദനം. ഓക്സിറ്റോക്സ് നമ്മൾ പറഞ്ഞു, എന്തായിരിക്കും? ഓക്സിറ്റോക്സിൻ 2 എണ്ണം പറഞ്ഞല്ലേ. ഒന്നെന്താണ്? നമ്മുടെ ഈ പറയുന്ന യൂട്രൈൻ വാളിൻ്റെ കോൺട്രാക്ഷനും ഇജക്ഷൻ ഓഫ് മിൽക്കും വരും. സെറ്റ്, തീർന്നു, കിട്ടിയില്ലേ? ഇനി മെൻ്റൽ ഹെൽത്ത് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ഹോർമോണുകളാണ് അല്ലേ. നമ്മുടെ ഡോപ്പാമിൻ, സെറോറ്റോണിൻ, എൻഡോർഫിൻ പോലെയുള്ളവ ഹോർമോണുകളുടെ ഫങ്ഷൻസും ചെയ്യാറുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് സന്തോഷം, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫെറമോണുകളാണ്. നമ്മുടെ മൃഗങ്ങളിൽ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളിൽ മെസ്സേജുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഫെറമോൺസ് എന്ന് പറയുന്നത്. ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യാറുണ്ട്. ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട്, ഡേഞ്ചർ കാണാൻ വേണ്ടിയിട്ട്, റൂട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്സിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. തീർന്നു, ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇത്രയും പഠിച്ചൊരു കുട്ടിക്ക് സുഖമായിട്ട് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് മാക്സിമം കിട്ടും. ഞാൻ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. നിങ്ങൾ ഇനി ഇതിന് ഒന്നുകൂടി ഒന്ന് വായിച്ച് പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.